മൂവാറ്റുപുഴ സെൻട്രൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന മഡ് ടർഫ് കോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി കോർട്ടിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴയിലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിട്ട് നിന്ന് പ്രവർത്തനങ്ങൾ നയിക്കുന്ന ക്ലബ്ബാണ് സെൻട്രൽ ക്ലബ്ബ്. മൂവാറ്റുപുഴ സെൻട്രൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന മഡ് ടർഫ് കോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മാർക്കറ്റ് ബസ് സ്റ്റാൻഡിന്റെ സമീപത്തായി ക്ലബ്ബ് വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് ഫുട്ബോൾ കോർട്ടും ബാഡ്മിന്റൺ കോർട്ടും നിർമ്മിക്കുന്നത്. രാസലഹരി പോലുള്ളവ മൂലം വഴിതെറ്റുന്ന യുവതലമുറയെ കായിക ലഹരിയിലേക്ക് കൂടുതൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് സെൻട്രൽ ക്ലബ്ബ് മുന്നോട്ട് വയ്ക്കുന്നത്. ടർഫിന്റെ നിർമ്മാണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. എൻ്റെയും കൂടെ ശ്രമങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു കൂട്ടായ പരിശ്രമത്തോടു കൂടി ഇതിനെ ഒരു വെൽനസ് സെൻ്ററാക്കി മാറ്റണം എന്നുള്ളത് ആഗ്രഹമാണ്. പക്ഷെ എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ നിയമക്കുരുക്കുകളിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ പിന്തുണ കൂടെ ഉണ്ടാകണമേ എന്ന് ആദ്യമേ തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു വെൽനസ് ക്ലബ്ബ് അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൻട്രൽ ക്ലബിന് അവിടെ വലിയൊരു പ്രാധാന്യം ഉണ്ടായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ഹാപ്പി ഹോർമോൺസ് ഉത്തേജിപ്പിക്കാനായിട്ട് ഈ ലഹരി അല്ലാതെ കണ്ടും മാർഗങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? നല്ല കായികപരമായിട്ടുള്ള മേഖലകളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഷട്ടിൽ കളിക്കുക, അതായത് ഫിസിക്കലി എഫേർട്ട് വേണ്ടുന്ന കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ ഡോപ്പമൈൻ, സെറോട്ടോണിൻ തുടങ്ങിയിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. പ്രധാനമായിട്ട് 4 ഹാപ്പി ഹോർമോൺസാണ് ഉള്ളത്. ഇതൊക്കെ ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുക. അപ്പോൾ എന്താ ചെയ്യുക? മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് ആകുമ്പോൾ, അതുപോലെ ഇതുപോലെ കല്യാണങ്ങൾ, ഗെറ്റ് ടുഗദേഴ്സ്, ക്ലബ്ബുകളുടെ യോഗങ്ങൾ, അതായത് ഒരുപാട് പേര് ഒരുമിച്ച് കൂടുന്ന സന്തോഷം പകരുന്ന കമ്മ്യൂണിറ്റി മീറ്റിങ്ങുകൾ, ഇതിലൊക്കെ ഈ പങ്കെടുക്കുമ്പോൾ, ഈ സന്തോഷം പങ്കിടുമ്പോഴൊക്കെയും ഈ ഹാപ്പി ഹോർമോൺസ് ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ലഹരിയെ മാറ്റി നിർത്താനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? കളിക്കളങ്ങൾ നിലനിർത്തുവാനായിട്ടാണ്. കായിക മേഖലകളിലേക്ക് നമ്മുടെ യുവജനങ്ങളെ ആകർഷിക്കുവാനായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. 26 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ടർഫ് നിർമ്മിക്കുന്നത്. 2014 മുതൽ മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ക്ലബ് ഇതിനോടകം നിരവധി സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ ടർഫിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ സെൻട്രൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സജൽ കുടുംബസഹായ ഫണ്ട് സെൻട്രൽ മഹൽ ജമാഅത്ത് ട്രഷറർ സബീറിന് ക്ലബ് പ്രസിഡന്റ് ഷാജി പാലത്തിങ്കൽ കൈമാറി. ആശ്രയ ഖത്തർ നൽകിയ 1,50,000 രൂപയുടെ ചെക്കും പള്ളി കമ്മിറ്റി അംഗങ്ങൾ ഏറ്റുവാങ്ങി. ക്ലബ് പ്രസിഡന്റ് ഷാജി പാലത്തിങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം, പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ, വാർഡ് കൗൺസിലർ ദീപ്തി വിപിൻ, സജിദ് സെയ്ദ്, ക്ലബ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ, ട്രഷറർ അനീസ് P. അലി തുടങ്ങിയവർ പങ്കെടുത്തു.